മുണ്ടം ടീം എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സൺഡേ ദിന ആശംസകൾ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അമ്മച്ചേ രാവിലെ 7 മണിക്കത്തെ കുർബാന കഴിഞ്ഞ് വന്നപ്പോഴേ മുണ്ടമ്പിൽ സെൻറ്റ് മേരീസ് ബേക്കറിയിൽ നിന്ന് വെച്ച ബ്രെഡാണ്. അപ്പോൾ ആവിയേറ്റണയാണ് രാവിലെ തന്നെ. ആവിയേറ്റി കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിക്കോളും, നല്ല സോഫ്റ്റ് ആവും ഇത്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആവിയേറ്റി ഒന്ന് കറിയെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക്. ബ്രെഡിന് കോംബോ ആയിട്ട് ഞങ്ങൾ എടുത്തേക്കണ ചിക്കനാണ് കേട്ടോ. ചിക്കൻ കറിയാണ്. ഇന്നലെ ശനിയാഴ്ച ആയിരുന്നപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ മേടിച്ച്, ഇത്തിരി വലിയ ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ ഇന്നലെ ചോറും കൂടി കഴിക്കാൻ വേണ്ടി കുറച്ച് കറി വെച്ച്, അപ്പോൾ കുറച്ച് ബാക്കി വന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രെഡും കൂട്ടി അതാണ് കഴിക്കണത്. അപ്പോൾ ഇന്നലെ ഇത്തിരി കൂടി ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ എടുത്തേക്കണത്. ഇത്തിരി വെള്ളം കൂടി ഇട്ട് ഇത്തിരി ചാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആക്കി. ഇന്നലെ വറുത്ത ചിക്കൻ്റെ ബാക്കിയാണ് ഇത്. ചിക്കൻ ഫ്രൈയും ഉണ്ട്. ബ്രെഡ് ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡിയാണ്, ചിക്കൻ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സെറ്റായിട്ട് ഇതണ്ട ആവി പറക്കണണ്ട, നല്ല സോഫ്റ്റ് ആയിക്കോളൂ. നമ്മൾ 4 എണ്ണം കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 8 എണ്ണമെങ്കിലും കഴിക്കും. ബ്രെഡ് നമ്മൾ ആവിയേറ്റ് വെച്ചിട്ടുണ്ട്, ചിക്കനും കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാൾ പുറത്തേക്ക് പോയിക്കണ കൊച്ചേട്ട വന്നിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ഇത്തിരി ചോറ് പഴഞ്ചോറ് തിന്നണതാണ് നല്ലത്. ബനീഷിന് അത് കാരണം ഞാൻ ഉള്ളി അരിഞ്ഞ് ചെറുതായിട്ട് നെരിഞ്ഞ് തൈരുമായിട്ട് അതിൻ്റെ അകത്ത് ഇപ്പം ഇട്ടു. പഴങ്കഞ്ഞി ഇന്നലത്തെ ചോറാണ് കേട്ടോ. തലേദിവസത്തെ ചോറ് ജയ അരി നല്ല പോലെ നല്ല ഫലപ്രദമായിരിക്കും. വൈകുന്നേരം വരെ അതിൻ്റെ ശക്തി ഉണ്ടാവും പഴഞ്ചോറിന്. അമ്മച്ചിയുടെ പണ്ട് ഇങ്ങനെ ഇട്ട് തരുമായിരുന്നു. ഇവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴത്തേക്കും മട്ടരി മേടിക്കും ചോപ്പ്, എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഉടച്ച് നല്ലപോലെ ആക്കി കൊടുക്കും. അപ്പോൾ എന്താണ് കളിക്കാനൊരു നല്ലൊരു ഉന്മേഷം ഉണ്ടാവും, പോകാനും വരാനും. ശരിയാണ്. രാവിലെ പഴങ്കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ശരീരമൊക്കെ ഒന്ന് തണുക്കും. അപ്പോൾ ഉച്ച വരെ നമുക്ക് വിശക്കൂല. താര അപ്പോൾ കുളിക്കാൻ വേണ്ടി പോയേക്കണേട്ടാ. താരയെ നമ്മൾ ഇത് ബ്രെഡ് ആവി കയറ്റിയിട്ട് പോയതാ. പതുക്കൽ നിന്ന് ചതച്ചിടാം. ചതക്കൽ പരിപാടി. കൊള്ളാം. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു, ആൾക്കാരൊക്കെ സംസാരിക്കണ കേൾക്കാൻ ഇഷ്ടം. ഇപ്പുറത്ത് ഇങ്ങനെ ചതച്ചിടുമ്പോൾ തൈര് ഇട്ട് ഒന്ന് കുഴക്കണം. കുഴച്ചാൽ അതിൻ്റെ വെള്ളം നിൽക്കും. പക്ഷേ ഇതിനകത്ത് കൂടെ ഒരു കടിക്കാൻ വേണമെങ്കിൽ കടല ചെറുപയറ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കണത് നല്ലതാണ്. അച്ചാർ, ഉണക്കമീൻ അച്ചാറുണ്ട് ഓൾറെഡി. താരയിട്ട മാങ്ങാച്ചാറില്ലേ, മതി. പൊടിയും കൂടി ഇട്ടാൽ ഇത്തിരി കൂടി, ഇത്തിരി തൈര് കയറി കിടക്കട്ടെ. മതി 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 മതി. നെയ്ച്ചാറത് മിൽമടെ നീല കളറില ഇത് മേടിച്ചത് നല്ല തൈരാണ് കേട്ടോ. നീല കവറായിരിക്കണം. കൈ നന്നായിട്ട് കഴുകി അവിടെ തന്നെ ഇട്ട് ചെയ്താൽ മതി. ഇല്ല, ഇത്തിരി വെള്ളം മാറ്റിയൊക്കെ. കഞ്ഞിനുള്ള ഇത്തിരി മാറ്റാം. ഉപ്പിട്ടുണ്ട്. ഉപ്പ് ഇടുമ്പോൾ പരലുപ്പ് ഇടണം. ഉപ്പിട്ടിട്ടുണ്ടോ കഞ്ഞിയിൽ? പരലുപ്പ്, അതെന്താ? കല്ലുപ്പ്. കല്ലുപ്പ്. വാവ്, കൊള്ളാലോ. ഇപ്പോഴും സാലഡായല്ല. സാലഡ് ഇന്നത്തെ കടലയാണ് ഇതിനകത്ത് ഇടണ്ട. അപ്പം നല്ലപോലെ കടിച്ച് തിന്നാനുണ്ടാവും. പഴങ്കഞ്ഞി കുടിച്ചോ, പഴങ്കഞ്ഞി കഴിച്ചോ, പഴയ പോലെയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കാം. അതിന് ശക്തി ഉണ്ടാകും. മറ്റു രോഗങ്ങളൊന്നും പെട്ടെന്ന് വന്ന് ബാധിക്കല. സൂപ്പർ കഞ്ഞി. വെള്ളം കൊടുക്കണം കേട്ടോ. പഴങ്കഞ്ഞി കുടിച്ചോ, പഴങ്കഞ്ഞി കഴിച്ചോ, പഴയ പോലെയല്ല നമ്മുടെ പഴങ്കഞ്ഞി. പഴയ കഞ്ഞി, പഴങ്കഞ്ഞി, മലയാളികളുടെ പഴങ്കഞ്ഞി.
ഉള്ളിയും മുളകും ചേർത്തരച്ച് പഴങ്കഞ്ഞിയിൽ ഇളക്കി കുഴച്ച് കഴിക്കാം പഴങ്കഞ്ഞി, കുടിക്കാം പഴങ്കഞ്ഞി, കഴിക്കാം പഴങ്കഞ്ഞി, കുടിക്കാം പഴങ്കഞ്ഞി. ഇനി എനിക്ക് ഉപ്പ് ആവശ്യമുണ്ട് ഇട്ടോ, ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഉപ്പുണ്ടാ നോക്കിയാൽ ഉപ്പ് ടേസ്റ്റ് നോക്കിയേ, ഉപ്പുണ്ടാ? ഉപ്പുണ്ട്, ആവശ്യത്തിന് ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി റെഡിയായി. അവിടെ നമ്മളെ ബ്രെഡ് ആവിയേറ്റത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താര കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കും. അടിപൊളി. ഇങ്ങനെ പച്ചമുളക് ഉള്ളി ഒക്കെ കഴിച്ചിട്ട് കൊടുക്കാം. ഇത് പെണ്ണുങ്ങൾക്കും കഴിക്കാട്ടാ. പിന്നെ എല്ലാവരും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് സ്കൂളിൽ പോകേണ്ട കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത്. വെള്ളം തുറന്നിട്ടേക്കണം ആൾക്കാർ പറയുമ്പോൾ പൈപ്പിൽ വെള്ളം പോകണമെന്ന് പറയാം. അമ്മച്ചിക്ക് പഴയ പോലെ ഇത്തിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട് അല്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ ഈ ബാത്റൂമിലൊക്കെ ഇങ്ങനെ വെള്ളം പോണ ശബ്ദം കേൾക്കും. അമ്മച്ചി ഈ ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നു. അടിപൊളി. അപ്പം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടോ, ഞാൻ എടുക്കുവാണേ. നല്ല ചൂടുണ്ട്. ഞാനിതല്ലേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ബ്രെഡ് ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ ഇഷ്ടവും കൂട്ടി കഴിക്കുന്ന ഒരു അങ്ങോട്ട് കൊണ്ടുപോയാലോ? എന്തുവാ ചേട്ടനായിരിക്കും പഴങ്കഞ്ഞി. എനിക്ക് വെള്ളം കുടിക്കാൻ മതി, വെള്ളം കൂടിയത് മതി. അതേ കടുപ്പത്തിൽ കുടിക്കാൻ പോലെ. ഇല്ല, അവിടെ എന്തോ തീയിൽ അവിടെ എന്തോ ഒരു സംഭവം. ഉച്ചക്ക് എന്താ വേണ്ട? എന്താ ചേട്ടൻ ഓരോ സമയത്ത് ഓരോന്നല്ലേ പറയുന്നത്. ഒരേ ടൈം ടേബിൾ അതെ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ താ. നിങ്ങളുടെ എല്ലാവരും ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തുവാ? മീൻകറി? ചോറും മീൻകറി. അതല്ലാതെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? പിന്നെ എനിക്ക് ചോറും ബീഫും. ബീഫ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പം അത് മതിയാക്കി, ഇപ്പം കഴിക്കൂല. അമ്മച്ചിക്ക് എന്താ ഏറ്റവും ഇഷ്ടം? എന്താ എനിക്ക് പറയാനാണെങ്കിൽ എല്ലാം ഇഷ്ടമാണ്, എന്നാലും കഴിക്കാൻ ഇഷ്ടമുള്ള തൽക്കാലം എനിക്കിഷ്ടം ഇഷ്ടവും വെള്ളപ്പോൾ. പിന്നെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് അമ്മച്ചി, അപ്പൊ എല്ലാരും പറയും ഈ പാത്രത്തിലാണോ ചായ ഇടുന്നത്? അമ്മച്ചിക്ക് ഈ പാത്രത്തിലെ അമ്മച്ചി ചായ ഇടുള്ളൂ. അതെ അതല്ലാതെ ഒരു പാത്രത്തില് കഴിക്കൂല. ചായപാത്രം വേറെ ഉണ്ട്, പക്ഷെ എടുക്കൂല. എടുക്കൂല. എന്താ വേണ്ടേ? ചായപ്പൊടി, പഞ്ചസാര. ചായപ്പൊടി അത് പോരാ, അത് വ്യാഴിച്ചായ കുറച്ചുകൂടി പഞ്ചസാര ഇടേ. പഞ്ചസാര ഇട്ടില്ല, അതിനാൽ വ്യാഴിച്ചായ. 2 പേര് 5 പേരായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന്? പോയി കഴിക്കാനോ വെച്ചേ ഞാനേ. പോയി കഴിക്കാം. അപ്പൊ ഇന്ന് ഞങ്ങള് ബ്രെഡും ചിക്കൻ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ചേട്ടന് ഏതാണെങ്കിലും കഴിക്കാം. ഏതാ? ചോറാണ് ഏറ്റവും ഇഷ്ടം. എനിക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വേണം അല്ലേ? ചോറ് ഞാൻ കഴിക്കില്ല. എന്തെങ്കിലും എന്നാ പോയി നീ കഴിക്കുപോയി. അമ്മച്ചിയുടെ ചായ അമ്മച്ചേനെ റെഡി ആയിക്കൊണ്ട് വന്നേക്കണേ. താര വീഡിയോ പിടിക്കണല്ലേ, അപ്പൊ കഴിക്കാൻ പറ്റൂല. ഞാൻ വഴങ്ങന്നെ കുടിക്കണ്ടേ എനിക്ക്? അമ്മച്ച അവിടെ ഇരിക്ക്. അവിടെ ഇരുന്നോ എന്റെ സ്ഥാനത്ത് ഇരുന്നാ മതി. അവിടെ ഇരിക്ക്. അമ്മച്ചിക്ക് പ്രത്യേകം സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെ ഇരിക്കുന്നു. അപ്പൊ എത്ര ബ്രെഡ് വേണം അമ്മച്ചിക്ക്? 2 ഇരിക്കട്ടെ, 2 പോവും.
ചിക്കൻ കറി. ഇതാണ് ചിക്കൻ കറി. ചിക്കൻ ഇന്നലെ രാത്രി വെച്ചതിൻ്റെ ബാക്കിയാണ്. അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച വെക്കും. ആൾക്കാർ അറിയാം ചിക്കൻ കുറച്ച് മാത്രം കൊടുത്തുള്ളൂ. കൈ വേണ്ട ഫ്രൈ ചെയ്തിട്ടെ ഒരു പറയുകയും വേണ്ട. കഴിക്കും മണവാട്ടിനെ പോലെയൊക്കെ ഒരു മണവാട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അച്ചാറെടുത്തിടുന്നു അവിടെ ചോറി. അച്ചാറ് ഇതണ്ട പഴങ്കഞ്ഞി, കോപ്പക്കാത്ത ചെറിയ വെള്ളക്കോപ്പക്കാത്ത അച്ചാറ്. ഇത് താരുണ്ടാക്കിയതല്ലേ? മാങ്ങാച്ചാറ്. മാങ്ങാച്ചാറ്. അടുത്തത് ചിക്കൻ ഫ്രൈ. ഇതെടുക്കുക, കരിഞ്ഞതെടുക്കുക. കഴിച്ചു തുടങ്ങിയ മണവാട്ടി കഴിക്ക്. മണവാട്ടി കഴിക്കട്ടെ. പപ്പടം വേണ്ട. പപ്പടം വേണ്ട. പഴഞ്ചോറ് പപ്പടം എന്തിനാ? കഴിച്ചു തുടങ്ങിക്കോ അമ്മച്ചി. വാ താര കഴിച്ചോളൂ. അമ്മച്ചി കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. വാവച്ചേ താര വീഡിയോ എടുക്കലും കഴിക്കുമ്പോൾ നടക്കില്ല. എങ്ങനെയുണ്ട് മരുമകളുടെ അല്ലെ മോളുടെ ചിക്കൻ കറി? നന്നായിരിക്കണ്ട അമ്മച്ചി. കറി എങ്ങനെയുണ്ട്? കറി നന്നായി കൊള്ളാം. ഇനി എൻ്റെ കഴിക്കൽ അമ്മച്ചിയുടെ കൈപ്പുണ്യമാണ് ഇത്. ആദ്യം ഇത് മാത്രമായിട്ട് കഴിച്ചു നോക്കാം. എൻ്റെ കഴിക്കൽ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ, ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുള്ളൂ. അങ്ങനെയുണ്ടെന്ന് ഞാൻ പറയണ്ടത്. കൊള്ളാം. വെള്ളം കളിച്ചുകൂടി ആദ്യം. മാങ്ങായിട്ട് കഴിക്കാം. ഇത് കാണിക്കും. ഇത് കഴിക്കുമ്പോഴേ നമ്മളെ ചെറിയ ഉള്ളം തണുക്കും, മനസ്സും തണുക്കും. ഇവിടുന്ന് തണുപ്പാണ് കയറും, അടിയിലേക്ക് തണുക്കും. ചിക്കൻ ഫ്രൈ അതിൻ്റെ ഒപ്പം തന്നെ പഞ്ഞി. മനസ്സിന് നല്ലൊരു സമാധാനം. കഴിക്കാൻ വിജയിച്ച് കട്ടിച്ചോറായിരിക്കണം ഇതുപോലെ അരി, അല്ലെങ്കിൽ ഉണ്ടല്ലോ സോപ്പ്. കൊള്ളാം. താരയും കൂടി എടുത്തിട്ട് നമുക്കിനി കഴിക്കാം. മാറ്റാൻ പറ്റില്ല. അമ്മച്ചി പറയണ്ടല്ലേ കഴിക്ക്. ചിക്കൻ ഉണ്ട്. പിന്നെ എല്ലിന്റെ പീസാണ് താരക്ക് ഇഷ്ടം. എല്ല് ഇങ്ങനെ മാംസമുള്ളതൊന്നും ഇഷ്ടമല്ല. കഴിച്ചോളൂ. കൊച്ചിയിൽ വന്നാ പിന്നെ കഴിക്കണ്ടേ അങ്ങനെ? ഇവിടെ വന്നപ്പോഴാണ് പച്ചക്കാരാണെന്നറിയാ മുണ്ടമ്മൽക്കാര് പ്രത്യേകമുള്ള മുണ്ടമ്മൽക്കാരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഉടനെ മുണ്ട് വെക്ക കാണിക്കും. അല്ല മുണ്ടമ്പല്ലി എന്നൊരു പേര്, ഞങ്ങളെ സ്ഥലത്തിന്റെ പേര് മുണ്ടമ്പല്ലി എന്നല്ല. അപ്പൊ അമ്മച്ചി പറയണ കോമഡി പറഞ്ഞതാ. മുണ്ട് വെക്ക കാണിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അന്നൊക്കെ ഇവിടെ വെള്ളമാണ്, വെള്ളത്തിൽ നീന്തി പോണം. അപ്പൊ കഴുത്തുമുട്ടെന്ന് പേര് വന്ന് എങ്ങനെയാ അമ്മച്ചി? കഴുത്തോട്ടെന്ന് പറഞ്ഞ ഇത് തന്നെ കാര്യം. കഴുത്ത് വരെ വെള്ളം ഉണ്ടാവും. അപ്പൊ കഴുത്ത് വരെ മുണ്ട് പൊക്കി കാണിക്കാൻ നീന്തി പോണം. പരിപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപ്പ് കൊടുക്കുന്ന സ്ഥലം പറഞ്ഞാ? അപ്പൊ നിങ്ങൾ ബദാമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ബദാം ഉണ്ടോ ഇഷ്ടം പോലെ? ബദാം ഇവിടെ ഉണ്ടാവൂല. ബദാം ദുബായിലൊക്കെ ഉള്ളൂ. ആ നമ്മുടെ കേരളത്തിലെ ബദാം തല്ലിത്തേങ്ങയ്ക്ക് നീ പറയണ. അതെന്ന് പറഞ്ഞൂടാ, ഞങ്ങള് ബദാം എന്നാണ് പറയുന്നത്. ആ ബദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരമാണ്. ആ മരത്തിൽ ചെറിയൊരു കായുണ്ട്. അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിൽ ഇങ്ങനെ അതിങ്ങനെ പൊട്ടിക്കും. അതിന്റെ പേരാണ് തല്ലിത്തേങ്ങ എന്ന് പറഞ്ഞു കൊടുത്തേ. എന്നിട്ട് ബദാം പോലെ അതിന്റെ ഉള്ളിലിരിക്കണം, അതിന് തല്ലിത്തേങ്ങ. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു പണി. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പോയി എടുത്തിട്ട് ഒരു ചാക്ക് കണക്കിന് എടുത്തിട്ട് വന്നിട്ട് ഞങ്ങള് തല്ലി എടുക്കും. അത് ബദാം പോലെ ഇരിക്കുന്ന ചുട്ടു ഒരു കരിങ്കല്ല് എടുത്തിട്ടേ, അല്ലെങ്കിൽ നമ്മുടെ അരക്കട കല്ലില്ലേ, കല്ലിന്റെ അമ്മയെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ പൊക്കത്തിട്ട്. ഇല്ല ബദാമിന്റെ സൈസ് തന്നെ തല്ലിത്തേങ്ങ. അത് പൊട്ടിച്ചു ഞങ്ങള്. അത് ബദാങ്ക
അതെ പൊട്ടിക്കും മുമ്പ് അത് മുഴുവനായിട്ട് കിട്ടണം. ആ എന്നിട്ട് ഞങ്ങൾ മുഴുവനായിട്ട് കിട്ടണതെല്ലാം മാറ്റി വെക്കും. പെട്ടെന്ന് അടിക്കുമ്പോൾ പൊട്ടണത് അപ്പം തന്നെ തിന്നും. നല്ല ടേസ്റ്റായിരുന്നു പണ്ടത്. ഇപ്പം ഇല്ല. തല്ലിത്തേങ്ങ മരം എന്ന് പറഞ്ഞാൽ തല്ലിത്തേങ്ങ ഒരുപാടുണ്ടാവും. ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പൊട്ടിക്കണത്. ആ അതിന് പിന്നെ ഞാറക്ക കഴിച്ചിട്ടുണ്ടോ? ഞാറക്ക അറിയോ? അത് കഴിക്കുമ്പോ ഇങ്ങനെ നമ്മുടെ നാവിന്റെ കളർ വെക്കുന്നു. അതെന്താ അത് ഞാറക്ക? ഞാറൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഞാറക്കൽ. ഞാറക്കൽ ആ ഞാറിൻ്റെ ഇടയിൽ കൂടി പോകണമെന്ന് അങ്ങനെ ഞാറിൻ്റെ ഇടയിൽ കൂടി വന്നതെന്ന് പറയും. ഞാറൊക്കെ അത് മുഴുവൻ ഞാറാണെന്ന് പറയും. കൃഷി ചെയ്യാറുന്നല്ലേ ഇവിടെയൊക്കെ. അതാണ് ഇടവഴി മുഴുവൻ ഞാറാണ്. ചേട്ടൻ കണ്ടിട്ടില്ലേ? പിന്നെ ഈ സ്ഥലം മുഴുവൻ ഞാറാൻ കണ്ടപ്പോൾ ഞങ്ങളുടെ നികൃത്തിയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ തമിഴ്ക്കാർ ഇവിടെ മാട്ടമായിട്ട് വരും മീൻ പിടിക്കാൻ. അതിന് ഞങ്ങൾ വേണ്ടി ഹിന്ദിക്കാരെന്ന് പറയണം. തല മാത്രമേ കടലുള്ളൂ, ഉടൽ മുഴുവൻ വെള്ളത്തിലായിരിക്കും. മാട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മാട്ടം എന്ന് പറഞ്ഞാൽ കുടം. കുടം, മൺകുടം. ഒന്നും കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.